പരിശുദ്ധ അമ്മ കടന്നുപോയ വ്യാകുലത്തിൻ്റെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ഒരമ്മ തൻ്റെ മകനെ ഓർത്ത് വേദനിച്ച കണ്ണീരിൻ്റെയും ഉള്ളിൽ അനുഭവിച്ച നൊമ്പരങ്ങളുടെയൊക്കെ വ്യാകുലത്തെ ഇന്ന് സഭ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 7 വ്യാകുലങ്ങളാണ് സഭ കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി ധ്യാനിക്കുന്നത്. അതിൽ ഒന്നാമത്തത് പരിശുദ്ധ കന്യകാമറിയത്തിന് ഹൃദയത്തിൽ വാൾ കിടക്കുമെന്ന് ശിമയോൻ പറഞ്ഞതാണ്. ഏതൊരമ്മയ്ക്കാണ് ഈ വാക്ക് ശ്രവിക്കാനാകുക? ഏതൊരമ്മയ്ക്കാണ് ഹൃദയത്തിൽ ഈ വാക്ക് സൂക്ഷിക്കാനാകുക? ആദ്യമായി തൻ്റെ പൊന്നോമനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിൻ്റെ ഹൃദയത്തിലൊരു വാൾ കിടക്കുമെന്ന് പ്രവാചകൻ്റെ വാക്ക് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും വാക്കിലൂടെ ഉള്ളിൽ തറച്ച ആ വാള് ആ അമ്മ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ സ്വരമെന്നോളം കേൾക്കേണ്ട നല്ല വാക്ക് പോലും ആ അമ്മയ്ക്ക് നൊമ്പരത്തിൻ്റെ വാക്കായിട്ടാണ് തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എന്തു തന്നെ ശുഭപ്രതീക്ഷയോടെ തുടങ്ങാൻ ആഗ്രഹിച്ചാലും ചിലപ്പോൾ അത്ര ശുഭമാകില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് മറിയത്തിൻ്റെ ഒന്നാം വ്യാകുലം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് മറിയവും യൗസേപ്പിതാവും ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെട്ട സംഭവമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് കുറച്ചും കൂടി ഇത് വളരെ മനോഹരമായി മനസ്സിലാവും. ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ നാളിൽ തന്നെ ആ കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരു ദേശത്തേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒരമ്മയ്ക്ക് സാധിക്കുക? തീർച്ചയായിട്ടും ഇത് വലിയൊരു നൊമ്പരം തന്നെയാണ്. നാടുവിട്ട് പ്രവാസിയായി മറ്റൊരിടത്തേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ. പഴയ നിയമത്തിൻ്റെ ചരിത്രമൊന്നും അങ്ങനെയായിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാത്തെ വലിയൊരു ജനമായിട്ടാണ് മറ്റൊരു ദേശത്തേക്ക് ദൈവം അയക്കുന്നത്. എല്ലാ സമ്പാദ്യങ്ങളോടും സർവ്വ ആധിപത്യങ്ങളോടും ദൈവം അയക്കും. അതുതന്നെയാണ് ഉൽപ്പത്തി 28-ാം അധ്യായത്തിൽ യാക്കോബിനെ പാദാൻ ആരാമിലേക്ക് അയക്കുന്നത്. അപ്പോഴും വലിയ സന്താനങ്ങളോട് കൂടി തന്നെയാണ് ദൈവം അയക്കുന്നത്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ മോശ ഫറവോയെ കാണാനായിട്ട് അയക്കുമ്പോഴും ഞാൻ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് നൽകിയിട്ടാണ് അയക്കുന്നത്. പക്ഷേ ഈ കൃത്യമായ നിർദ്ദേശങ്ങളോ ഉറപ്പോ ഒന്നും കിട്ടാതെ പലായനം ചെയ്യപ്പെട്ട ഒരു കുടുംബമായിരുന്നു യൗസേപ്പിതാവിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിൻ്റെ യാത്രകൾ. മൂന്നാമതായിട്ട് 3 നാൾ കാണാതെ തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് അവർ ഓടി നടന്നത്. ഒരുപക്ഷെ ഒരമ്മയ്ക്കിതൊരു വ്യാകുലമാണെങ്കിലും ആ അമ്മയുടെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയായിരുന്നു ഈ വ്യാകുലം. തൻ്റെ കുഞ്ഞിനെ 3 രാത്രിയും 3 പകലും കാണാതായി എന്ന് അവൾ എത്ര പേരോട് കരഞ്ഞു ചോദിച്ചിട്ടുണ്ടാകും. അപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞ വാക്ക് തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കണം. ഒരേ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെപ്പോലും കൈവെള്ളയിൽ സൂക്ഷിക്കാൻ കഴിയാത്തവളായിപ്പോയോ ഇവൾ? ഇങ്ങനെ എത്ര കുത്തുവാക്ക് അന്ന് മറിയം കേട്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അത് വലിയൊരു വേദന തന്നെയാണ്. എന്നിട്ടും ആ അമ്മ നഷ്ടപ്പെടുത്തിയത് ദേവാലയത്തിലായിരുന്നു എന്നുള്ളതാണ് ആ അമ്മയുടെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠത. തൻ്റെ മകനെ അവൾ നഷ്ടപ്പെടുത്തിയത് ദേവാലയത്തിലായിരുന്നു, ദൈവത്തിന് വേണ്ടിയായിരുന്നു. നാലാമതായിട്ട് കുരിശിൻ്റെ വഴിയിൽ അവൾ യേശുവിനെ കണ്ടുമുട്ടി എന്നുള്ളതാണ്. കുരിശിൻ്റെ വഴി വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നില്ലേ, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. പ്രാണനോളം സ്നേഹിച്ച ഒരു കുഞ്ഞിനെ പൊട്ടുസൂചി കുത്തിയാൽ പിടയ്ക്കുന്ന അമ്മമാരുള്ള ഈ ഭൂമിയിലെ മുൾക്കിരീടവും വെച്ച് കുരിശുമേന്തി ഒരു മകൻ ആ തിരുവീതിയിൽ രക്തം വാർന്നൊഴുകി പോകുമ്പോൾ ആ അമ്മയുടെ ഹൃദയം എന്തുമാത്രം പിടഞ്ഞിട്ടുണ്ടാകും. മുലപ്പാൽ കൊടുത്ത് വളർത്തിയ ആ മകനെ പിന്നീട് ചോര വാർന്ന് കാണുമ്പോൾ അമ്മയ്ക്കുണ്ടായ സഹനങ്ങളൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അഞ്ചാമതായിട്ടും കുരിശിൽ കിടന്ന് മരിക്കുന്ന യേശുവിനെ നീറി മുമ്പിൽ നിന്ന് കാണേണ്ടി വന്ന ഒരമ്മയുടെ അവസ്ഥ. കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും ഇതൊരു കാഴ്ചയാണ്. ചിലർക്ക് സഹതാപം, ചിലർക്ക് ഇതൊരു വെറുമൊരു കാഴ്ച. പക്ഷേ മറിയത്തിനിതൊരു സമർപ്പണമാണ്, ദൈവത്തിന് നൽകിയൊരു സമർപ്പണം. ഇതുപോലൊരു സമർപ്പണം ഈ ഭൂമിയിൽ ഇനി ആരും ചെയ്തിട്ടില്ലല്ലോ. ആറാമതായിട്ട് മൃതശരീരം മടിയിൽ കിടത്തി എന്ന വ്യാകുലം. 33 വയസ്സുള്ളൊരു മകൻ ഒരു തെറ്റും ചെയ്യാതെ അവസാനം ശ്വാസം നിലയ്ക്കുവോളം ഈ അമ്മയുടെ മടിയിൽ കിടത്തിയെന്ന് ധ്യാനിക്കുമ്പോൾ കണ്ണ് നിറയാതെ ആ ധ്യാനം മുന്നോട്ട് പോകില്ല. അത്രത്തോളം മുറിയപ്പെട്ട, പിച്ച് ചീന്തപ്പെട്ട ആ ശരീരം അമ്മയുടെ മടിയിൽ കിടത്തി. ഏഴാമതായിട്ട് യേശു കല്ലറയിൽ സംസ്കരിച്ചു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്നിടത്ത് ആ അമ്മ ആ കല്ലറയ്ക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, എന്നിട്ടും ആ അമ്മ ആ വ്യാകുലങ്ങളിൽ നിന്നാണ് വീണ്ടും തുടങ്ങിയത്. മറിയത്തിൻ്റെ വ്യാകുലങ്ങൾ ഓരോന്നും ധ്യാനിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു തെളിച്ചമുണ്ട്. ഓരോ സഹനത്തിൻ്റെ പിന്നിലും പരാതി പറയാത്ത, പരിഭവം പറയാത്ത ഒരമ്മ. ഈ അമ്മ ആ കാച്ചിക്കുറിക്ക് ഉദ്ദേശിച്ച് എന്തായിരുന്നോ? ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവത്തിന് നൽകിയത് ദൈവത്തിന് നൽകേണ്ടത് അത് അങ്ങനെ തന്നെ നൽകണം, ഒന്നും മാറ്റി നിർത്തരുത്. ഉതറി മാറാത്ത എല്ലാ സഹനങ്ങൾക്കും ദൈവം നൽകുന്നൊരു ഉത്തരമുണ്ട്. ആ ഉത്തരത്തിന് വേണ്ടി അവൾ കാത്തിരുന്നു. ആ ഉത്തരം അവൾക്ക് നൽകിയത് രക്ഷകൻ്റെ അമ്മ എന്ന വാക്കാണ്. ദൈവത്തിൻ്റെ അമ്മ എന്ന വലിയൊരു ടൈറ്റിലാണ്. നമ്മുടെ കുടുംബങ്ങളൊക്കെ തിരുക്കുടുംബമാകാൻ ഇങ്ങനെ സഹനങ്ങൾ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാ വ്യാകുലങ്ങൾക്കും ദൈവത്തിനൊരു ഉത്തരമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നോവും അമ്മ തുടക്കില്ലേ.
സ്നേഹപ്പൂന്തട്ട്. ആകാശം പോലെ ഒരുങ്ങിയ ഉള്ളം നന്മ ചൊരിയില്ലേ. ആത്മാവിൽ മഴയായി പൊഴിയണ മേഘം പെയ്തു നിറയില്ലേ. മിഴിയോരം തണലായി തേടിയണഞ്ഞപ്പോൾ കവിളോരം അമ്മേ നീ എൻ സ്നേഹത്തൂവലായി. മിഴിയോരം തണലായി തേടിയണഞ്ഞപ്പോൾ കവിളോരം അമ്മേ നീ എൻ സ്നേഹത്തൂവലായി. മനമുരുകിയ മൗനം അമ്മ മനസ്സല്ലേ. മിഴി നിറയണ നോവും അമ്മ തുടക്കില്ലേ. കുന്നോളം കനവുകളുള്ളൊരു ഹൃദയം അമ്മയ്ക്കറിയില്ലേ. ആരാരും അറിയാതൊരുകും കനലും അമ്മയ്ക്കെടുത്തില്ലേ. കരമേകി വഴിയായി കൂടി നടന്നപ്പോൾ അകമാകെ അമ്മേ നീ എൻ സ്നേഹപ്പൂഞ്ചോല. കരമേകി വഴിയായി കൂടി നടന്നപ്പോൾ അകമാകെ അമ്മേ നീ എൻ സ്നേഹപ്പൂഞ്ചോല. മന